Question paper revision, chapter 13, kinetic theory of gases. 2020 March. Prove that the average kinetic energy of a molecule is proportional to absolute temperature of gas. The kinetic energy proportional to absolute temperature എന്ന് prove ചെയ്യണം. നമ്മൾ kinetic energyയുടെ ഫോർമുല നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇവിടെ വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞത് RMS വെലോസിറ്റി ആയതുകൊണ്ടാണ്. ഇനി വീക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കുകയാണ്. വി ബാർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT/m ആണ്. അപ്പോൾ ഇവിടെ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് പോകും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന് പകരം 3RT/m കൊടുത്തു. എം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2RT. 3/2 ആറും കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് kinetic energy proportional to T. അടുത്തത്, what do you mean by mean free path? Give equation for mean free path. എന്താണ് mean free path? It is the mean distance between distance traveled by the molecule between two collisions. രണ്ട് കൊളീഷൻസിന്റെ ഇടയിൽ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന മീൻ ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല L is equal to 1/√2 into n/d². ഇതിൽ d എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഡയമീറ്റർ ആണ്. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അടുത്തത്, ബൈ യൂസിങ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഡിറൈവ് ദ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് സ്പെസിഫിക്സ് ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. മോണോ അറ്റോമിക് ഗ്യാസുകളുടെ റേഷ്യോ ഓഫ് സ്പെസിഫിക്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. മോണോ അറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2RT ആണ്. ഇനി നമ്മൾ സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ ഡി യു ബൈ ഡി ടി ആണ്. അപ്പോൾ മുകളിലുള്ള ഈ 3/2RT d/dt എടുക്കുന്നു. അപ്പോൾ നമുക്കിതാ d/dt ഓഫ് 3/2RT ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3/2R ആണ്. നമുക്ക് മേയേഴ്സ് റിലേഷൻ അറിയാം, സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു R. ഇതിൽ നമുക്ക് സി പിയുടെ വാല്യൂ കാണാം. സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ആണ്. സി വിയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 3/2R ആണ്. പ്ലസ് ആർ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5/2R കിട്ടി. ഇനി നമ്മൾ റേഷ്യോ എടുക്കുകയാണ്. ഗാമ ആണ് സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ ഗാമ ഇസ് ഈക്വൽ ടു സി പി. സി പിയുടെ വാല്യൂ എത്രയാണ്? 5/2R ആണ്. അത് എഴുതി. അതുപോലെ തന്നെ 3/2R ആണ് സി വിയുടെ വാല്യൂ. രണ്ടും എഴുതി. 6 ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക 5/3 ആണ്. 5/3 ഇസ് ഈക്വൽ ടു എത്രയാണ്? 1.67. അടുത്തത് 2018 ഇംപ്രൂവ്മെന്റ്. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ. സ്റ്റേറ്റ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി എന്താണ്? ടോട്ടൽ എനർജി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ടോട്ടൽ എനർജി എങ്ങനെയാണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് മോളിക്യൂൾ പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1/2 kBT. അപ്പോൾ എനർജി എത്രയാണ് വരുന്നത്? 1/2 kBT ആണ്. Write the average value of energy per molecules for each vibrational mode. Vibrational mode എന്ത് ചെയ്യുന്നത്? എനർജിയുടെ വാല്യൂ ആണ്. എനർജി ഈസ് ഈക്വൽ ടു 2 into half kBT ആണ്. നമുക്ക് എത്ര കിട്ടുന്നത്? kBT ആണ് ആൻസർ വരുന്നത്. അടുത്തത്, based on kinetic theory of gases, derive an expression for pressure exerted by an ideal gas. പ്രഷർ എന്നുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാനാണ്. നമുക്ക് കൺസിഡർ ഐഡിയൽ ഗ്യാസ് ഇൻ എ ക്യൂബ്. ലെറ്റ് എം ബി ദ മോളിക്കുലർ മാസ് ആൻഡ് വി ദ വെലോസിറ്റി. ഒരു ക്യൂബിൽ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. അതിന്റെ മാസ് എം ആണ്, മോളിക്കുലർ വെലോസിറ്റി വി ആണ്. ലെറ്റ് ദ മോളിക്യൂൾ കൊളൈഡ് വിത്ത് ദ വാൾ ഓഫ് ദി ക്യൂബ് വിത്ത് മൂവ്മെന്റ് എം വി. അപ്പോൾ ആ വാളിൽ മുട്ടുന്ന മൂവ്മെന്റ് എത്രയാണ്? എം വി ആണ്. മോളിക്യൂൾ റീബൗണ്ട് വിത്ത് മൂവ്മെന്റ് -mv. തിരിച്ചൊരു മൂവ്മെന്റ് -mv വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ മൂവ്മെന്റ് എത്ര ആയിരിക്കും? 2mv ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ടൈം ഡി ടി നമുക്ക് നോക്കാം. എ വി ഇൻറ്റു ഡി ടി ഇൻറ്റു എൻ. ഇതിൽ എ എന്ന് പറയുന്നത് ഏരിയയാണ്, എൻ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയാണ്. അപ്പൊ ഇതിൽ ഓൺലി ഹാഫ് ഓഫ് ദീസ് മോളിക്യൂൾസ് മേ ഹിറ്റ് ദ വാൾ. എല്ലാ മോളിക്യൂളും ഹിറ്റ് ചെയ്യില്ല, പകുതി ഹിറ്റ് ചെയ്യും നമ്മൾ കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയ ഈ ടോട്ടൽ നമ്പറിന്റെ എ വി ഇൻറ്റു ഡി ടി ഇൻറ്റു എന്നിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഇതാണ് എഫക്റ്റീവ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൂവ്മെന്റും കാണുന്നു. ഈ എഫക്റ്റീവ് നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഇവിടെ മൂവ്മെന്റ് എത്രയാണ്? 2mv ആണ്. 2mv ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 ക്യാൻസൽ ചെയ്യും. പിന്നെ നമുക്ക് കിട്ടുന്നത് mn ഇൻറ്റു എ ഇൻറ്റു വി ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു ഡി ടി എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ കിട്ടി. ഇനി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മോളിക്യൂൾ ഏതാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൊമെന്റം ബൈ ടൈം ആണ്.
അപ്പോൾ മൊമെന്റം നേരത്തെ നമുക്ക് കിട്ടിയതാണ് ബൈ ഡി ടി എടുത്തു. അപ്പോൾ ഡി ടി ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എം എൻ എ ബി സ്ക്വയർ കിട്ടി. ഇനി പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ നമുക്ക് എം എൻ എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ കട്ട് ചെയ്യും. അപ്പൊ എം എൻ വി സ്ക്വയർ കിട്ടി. എം എൻ വി സ്ക്വയറിന് നമുക്ക് റോ വി സ്ക്വയർ എന്ന് കൊടുക്കാം. എം എൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഡെൻസിറ്റി റോവിന് ഈക്വൽ ആണ്. ഇനി ഗ്യാസ് മേ മൂവ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനിലും ഗ്യാസ് മൂവ് ചെയ്യുന്നുണ്ട്. വി സ്ക്വയറിന് നമുക്ക് 1/3 വി സ്ക്വയർ കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ ഈ വി സ്ക്വയറിന് പകരം നമുക്ക് 1/3 വി സ്ക്വയർ കൊടുക്കുക. അപ്പൊ പ്രഷർ കാണാനുള്ള ഫോർമുല നമുക്ക് കിട്ടി. പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 റോ വി സ്ക്വയർ. ഇതാണ് പ്രഷറിനുള്ള ജനറൽ ഫോർമുല വരുന്നത്. അടുത്തത്, എ മിക്സ്ചർ ഓഫ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് 2 molecules ഓഫ് ഓക്സിജൻ ആൻഡ് 4 molecules ഓഫ് ആർഗൺ അറ്റ് 27 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പോൾ ഓക്സിജൻ 2 മോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ആർഗൺ 4 മോൾസ് ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ടോട്ടൽ ഇന്റേണൽ എനർജി കാണണം. നെഗ്ലക്ട് ഓൾ വൈബ്രേഷണൽ മോഡ്. വൈബ്രേഷണൽ മോഡ് നെഗ്ലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ ഡയറ്റോമിക് ഗ്യാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു 5/2 RT ആണ്. എത്ര മോൾസ് ഉള്ളത്? 2 മോൾസ് ഓഫ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഫോർ 2 മോൾസ് ഓഫ് ഓക്സിജൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു 2 × 5/2 RT. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ക്യാൻസൽ ചെയ്യും, 5 RT കിട്ടി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ആർഗൺ മോണോഅറ്റോമിക് ആണ്. മോണോഅറ്റോമിക് ഗ്യാസിന്റെ ഇന്റേണൽ എനർജി 3/2 RT ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി എന്ന് പറഞ്ഞാല് 4 മോൾസ് ആണ് ആർഗോൺ ഉള്ളത്. അപ്പൊ 4 × 3/2 RT ഈസ് ഈക്വൽ ടു നമുക്ക് 6 RT കിട്ടി. ഇനി എന്താണ്? അപ്പൊ ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയതാണ്. 3 RT + 5 RT, അപ്പൊ 11 RT. ഇനി ആറിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 8.31 ആണ്. അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? ഇവിടെ 27 ഡിഗ്രി ആണ്. അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റാൻ 273 + 27 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടുന്നത് 27,423 ജൂള്. അടുത്തത്, what do you understand by the term mean free path of molecules? Name the factors on which it depends. എന്താണ് mean free path? It is the mean distance traveled by the molecule between two collisions. രണ്ട് collisionsiനിടയിൽ ട്രാവൽ ചെയ്യുന്ന mean distance. കണ്ടതാണുള്ള ഫോർമുല L is equal to 1/√2 × n/d² എന്നുള്ളതാണ്. അപ്പൊ d മോളിക്കുലർ ഡയമീറ്റർ ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മോളിക്കുലർ ഡയമീറ്റർ d ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം n. അടുത്തത്, റൈറ്റ് 4 പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പോസ്റ്റുലേറ്റ്സ് ഏതൊക്കെയാണ്? ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് ആർ ഐഡന്റിക്കൽ ആൻഡ് മൂവ് റാൻഡംലി. They collide with each other and also with walls of the container. Kinetic energy is proportional to temperature. Distance traveled is large compared to molecular size. Total energy is equal to kinetic energy plus internal energy. Collisions are elastic. അപ്പോൾ ഇതൊക്കെ പോസ്റ്റുലേറ്റ്സ് ആണ്. ഏതെങ്കിലും 4 എഴുതിയാൽ മതി. 2015 ഇംപ്രൂവ്മെന്റ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. Mention 2 conditions under which the real gases obey ideal gas equation. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന 2 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. 2015 മാർച്ചിൽ 2 മാർക്സിന്റെ നോ റിയൽ ഗ്യാസസ് ഈസ് ട്രൂലി ഐഡിയൽ. വെൻ ഡസ് റിയൽ ഗ്യാസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. എപ്പോഴാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അപ്രോച്ച് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ. അറ്റ് ലോ പ്രഷർ ആൻഡ് ഓർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അടുത്തത്, ഡിഫൈൻ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി. Total energy is distributed equally among the degrees of freedom and energy associated with each molecules per degree of freedom is 1/2 kBT. അപ്പോൾ ടോട്ടൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് മോളിക്യൂൾ പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1/2 kBT. kB എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ.